എന്റെ നിയോജക മണ്ഡലം ഉദുമ. ഉദുമയുണ്ടല്ലോ, CH കുഞ്ഞമ്പു. അയ്യോ എന്റെ അച്ഛൻ. അയ്യോ എന്റെ അച്ഛൻ. അയ്യോ ആണ് അച്ഛനാണോ? പിന്നെ ഡോക്ടറിന് കേരളത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും MLA-മാരുടെ പേരുകൾ കൃത്യമായിട്ട് അതും അറിയാം അല്ലെ? അരുവിക്കര MLA-യുടെ പേരെന്താ? ജി സ്റ്റീഫൻ. ഡോക്ടർ നിയമം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ശിവൻകുട്ടി അവർകളാണ് നേമത്തെ MLA. മൈ മണ്ഡലം. അഡ്വക്കേറ്റ് GR അനിലാണ്. അതെ അതെ അതെ. ഡോക്ടർ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ എന്റെ ബുദ്ധിയിൽ വന്നൊരു സംഭവമാണ്. അതായത് ഒരു റയറസ്റ്റ് കൺട്രി, അതിന്റെ ക്യാപിറ്റലും കറൻസിയും പറയണം. തുവാലു എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ടല്ലോ. ഉണ്ട്. ഫുണാഫുട്ടി. ചേട്ടൻ നമ്മളെ വേറെ ഭാഷയിൽ ചീത്ത വിളിക്കല്ലോ. എനിക്ക് എങ്ങനെ അല്ല, ഇത് ഞാൻ റാൻഡംലി ഒന്ന് ഞാൻ വെറുതെ ചോദിച്ചതാണ്. അല്ല, നമ്മളത് അവിടെ ചെക്ക് ചെയ്ത് നേരത്തെ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് എളുപ്പമായിരിക്കും. അതെ, ഒരു സംശയം കൂടെ ജലദോഷ സമയത്ത് പറയാലേ. ഇതൊക്കെ എങ്ങനെ ഇത്ര ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുത്തേ? ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, PSCക്ക് പഠിച്ച് വളരെ ഇൻട്രസ്റ്റ് ആയി. ഡോക്ടറേറ്റ് കിട്ടിയത് ഏത് വിഷയത്തിലാ? അത് എനിക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനാണ് എനിക്ക് ഈ ഹോണററി D.Litt ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ബിരുദം എനിക്ക് ലഭിച്ചത്. ഞങ്ങളിവിടെ ശ്രീവിദ്യക്ക് അടുത്ത് അമൃത ചാനൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്. ചളിക്ക് അത് ചേട്ടന്റെ ഏരിയ അല്ല, വേറെ. ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടോ. ദൈവമേ, ശ്രീവിദ്യ സംശയം ചോദിക്കാൻ പോവുകയാണ്. ഡോക്ടറെ റെഡിയാണ്. നിയോജക മണ്ഡലം ഏത്? നീ വോട്ടിടുന്ന നിന്റെ MLA-യുടെ പേരെന്താ? അങ്ങനെയില്ല, എനിക്ക് കേരളത്തിലെ എല്ലാം എന്റെയാണ്. നിന്റെ നിയോജക മണ്ഡലം പറ. എന്റെ നിയോജക മണ്ഡലം ഉദുമ. ഉദുമയുണ്ടല്ലോ, CH കുഞ്ഞമ്പു. അയ്യോ എന്റെ അച്ഛൻ. അയ്യോ എന്റെ അച്ഛൻ. അയ്യോ ആണ് അച്ഛനാണോ? എന്റെ അച്ഛന്റെ പേര് കുഞ്ഞമ്പു എന്നാണ്, പക്ഷെ CH കുഞ്ഞമ്പു ആണ്. ഉദുമ മണ്ഡലം.